ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Unit 2, Tales and Tunes, The Song of Songs. Certain stories help us learn some important lessons in our life. Here is one such story. The Song of Songs by സ്വപ്ന ദത്ത. നമ്മുടെ ജീവിതത്തിലെ ചില പ്രധാന പാഠങ്ങൾ പഠിക്കാൻ ചില കഥകൾ നമ്മെ സഹായിക്കുന്നു. അത്തരത്തിലുള്ള ഒരു കഥയാണ് ദി സോങ് ഓഫ് സോങ്സ്. എഴുതിയത് സ്വപ്ന ദത്ത. Slowly, gently, the exhausted musician laid his tanpura on the carpet. The exquisite strains of Rag Darbari still vibrated within the hall. Emperor Akbar looked up, his eyes lit with admiration. "Wonderful," he said. "Superb. I listen to you every day, but I can't seem to have enough." Tanzan, the musician, bowed in silent gratitude. Tanpura or tamburu is a musical instrument. ഒരു സംഗീത ഉപകരണമാണ് തൻപുര, തമ്പുരു എന്നും പറയും. രാഗ് ദർബാരി, ഇറ്റ് ഈസ് എ വെരി പോപ്പുലർ രാഗ ഇൻ കർണാട്ടിക് മ്യൂസിക്. ഇറ്റ് വാസ് ബ്രോട്ട് ഇൻ ടു നോർത്ത് ഇന്ത്യൻ മ്യൂസിക് ബൈ മിയാൻ താൻസൻ, ദ ലെജൻഡറി 16th century കമ്പോസർ ഇൻ എംപറർ അക്ബേഴ്സ് കോർട്ട്. കർണാട്ടിക് മ്യൂസിക്കിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു രാഗമാണ് രാഗ് ദർബാരി. അത് നോർത്ത് ഇന്ത്യൻ മ്യൂസിക്കിലേക്ക് കൊണ്ടുവന്നത് മിയാൻ താൻസൻ എന്ന സംഗീതജ്ഞനാണ്. അദ്ദേഹം അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ ഒരു മ്യൂസീഷ്യനും കൂടിയായിരുന്നു. 16ാം നൂറ്റാണ്ടാണ് കാലഘട്ടം. Slowly, gently, the exhausted musician laid his tanpura on the carpet. പാടിത്തളർന്ന സംഗീതജ്ഞൻ തന്റെ തമ്പുരു പതിയെ സൗമ്യമായി പരവതാനിയിലേക്ക് വെച്ചു. The exquisite strains of Rag Darbari still vibrated within the hall. അതിമനോഹരമായ ദർബാരി രാഗത്തിന്റെ ധ്വനി അപ്പോഴും ആ ഹാളിൽ പ്രകമ്പനം കൊള്ളുന്നുണ്ടായിരുന്നു. അക്ബർ ചക്രവർത്തി ആനന്ദം കലർന്ന് ആരാധനയോടെ ഏറ്റവും മതിപ്പോടെ താൻസനെ നോക്കി പറഞ്ഞു, "വണ്ടർഫുൾ, സൂപ്പർബ്. എല്ലാ ദിവസവും ഞാൻ അങ്ങയുടെ സംഗീതം കേൾക്കുന്നു, പക്ഷേ ഇതുവരെ അത് മതിയായി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല." താൻസൻ ദ മ്യൂസീഷ്യൻ ബോഡ് ഇൻ സൈലന്റ് ഗ്രാറ്റിറ്റ്യൂഡ്. സംഗീതജ്ഞനായ താൻസൻ കൃതജ്ഞതയോടെ രാജാവിനെ വണങ്ങി. "ഐ തിങ്ക് യു ഹാവ് ദ മോസ്റ്റ് വണ്ടർഫുൾ വോയിസ് ഇൻ ദ വേൾഡ്," സെഡ് അക്ബർ. ലോകത്തിൽ വെച്ച് ഏറ്റവും അതിമനോഹരമായ ശബ്ദം താങ്കളുടേതാണെന്നാണ് ഞാൻ കരുതുന്നത്. ആരാ പറഞ്ഞത്? അക്ബർ ചക്രവർത്തി പറഞ്ഞു. "ബട്ട് ഐ ഡോണ്ട്, ഷഹൻഷാ," said Tanzan with a smile. "There is someone who sings far better than I do." പക്ഷേ ഞാൻ അങ്ങനെ കരുതുന്നില്ല ഷഹൻഷാ എന്ന് താൻസൻ പുഞ്ചിരിച്ചുകൊണ്ട് രാജാവിനോട് പറഞ്ഞു. തന്നേക്കാൾ മനോഹരമായി പാടുന്ന ആളുകളുണ്ട് എന്ന് താൻസൻ ചക്രവർത്തിയോട് പറഞ്ഞു. "Really?" cried the disbelieving Akbar. "Then I must have him sing in my court. Can you arrange it?" Tanzan shook his head. "I am afraid he will not come, sir." വാസ്തവമാണോ? അക്ബറിന് വിശ്വസിക്കാനായില്ല. അങ്ങനെയെങ്കിൽ എന്റെ സഭയിൽ അദ്ദേഹത്തെ കൊണ്ട് പാടിക്കണം. താൻസൻ അത് ഏർപ്പാടാക്കാമോ എന്ന് ചക്രവർത്തി ചോദിച്ചു. താൻസൻ തലകുലുക്കി. പക്ഷേ അദ്ദേഹം വരില്ല എന്ന് പറയുകയാണ്. "What? Not even if he hears that the emperor himself summoned him?" എന്ത്? ചക്രവർത്തി അദ്ദേഹത്തോട് ഹാജരാവാൻ കൽപ്പിച്ചു എന്നറിഞ്ഞാലും അദ്ദേഹം വരില്ലേ? "No, not even then,"
ഇല്ല, അങ്ങനെയാണെങ്കിലും വരില്ല. This reply would have enraged any other emperor, but Akbar was different. Very well, Ustadji, said Akbar, smiling into Tansen's half-scared eyes. If he doesn't come, I shall go to him myself. Will you take me to him? ഇത്തരത്തിലുള്ള ഒരു മറുപടി മറ്റേതൊരു ചക്രവർത്തിയെയും രോഷാകുലനാക്കും. പക്ഷേ അക്ബർ വ്യത്യസ്തനായിരുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? വെരി വെൽ ഉസ്താദ്ജി. താൻസനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. അദ്ദേഹം വരില്ല എങ്കിൽ ഞാൻ അങ്ങോട്ട് പോകാം, താങ്കൾക്ക് എന്നെ കൊണ്ടുപോകാമോ എന്ന് ചോദിക്കുന്നു. യെസ് സർ, പ്രൊവൈഡഡ് യു ഡു നോട്ട് കം ആസ് ദ എംപറർ ഓഫ് ഹിന്ദുസ്ഥാൻ. അപ്പൊ എന്താണ് താൻസൻ പറയുന്നത്? കൊണ്ടുപോകാം, പക്ഷേ താങ്കൾ ഹിന്ദുസ്ഥാന്റെ ചക്രവർത്തിയായിട്ടല്ല വരേണ്ടത്. ഐ ഷാൽ ഗോ ആസ് എ ഹംബിൾ ലവർ ഓഫ് മ്യൂസിക്. ഒരു എളിയ സംഗീതപ്രേമിയായി ഞാൻ താങ്കളുടെ കൂടെ വന്നുകൊള്ളാമെന്ന് അക്ബർ പറയുകയാണ്. Sant Haridas was the man Tansen had spoken of. He had been Tansen's music teacher, and he lived the austere life of a hermit. When Tansen and the emperor reached his hut, he was busy with his daily course. When they asked him to sing, he smiled but said firmly, I am long past the age for singing. Even his favorite people could not persuade him to change his mind. സാന്റ് ഹരിദാസിനെ കുറിച്ചായിരുന്നു താൻസൻ പറഞ്ഞത്. താൻസന്റെ സംഗീത അധ്യാപകനായിരുന്നു അദ്ദേഹം. ഒരു സന്യാസിയുടെ കഠിന ജീവിതമാണ് ഇപ്പോൾ അദ്ദേഹം നയിക്കുന്നത്. താൻസനും ചക്രവർത്തിയും കൂടി ഹരിദാസിന്റെ കുടിലിലെത്തി. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ദൈനംദിന ജോലികളിൽ തിരക്കിലായിരുന്നു. അവർ അദ്ദേഹത്തോട് പാടാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചെങ്കിലും താൻ വളരെ കാലമായി പാടിയിട്ട് എന്ന് ഉറച്ചു പറഞ്ഞു. അയാൾ പാടാൻ തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യർക്ക് പോലും അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റാൻ കഴിഞ്ഞില്ല. ബട്ട് താൻസൻ knew how to get round him. He offered to sing before his guru, and he made a deliberate mistake. That's not the right note, Tansen, cried his teacher, amazed. What has happened to you? എന്നാൽ അദ്ദേഹത്തെ കൊണ്ട് എങ്ങനെ പാടിക്കാമെന്ന് താൻസൻ നന്നായി അറിയാമായിരുന്നു. തന്റെ ഗുരുവിന്റെ മുമ്പാകെ പാടാമെന്ന് താൻസൻ പറഞ്ഞു. അവൻ മനഃപൂർവ്വം പാട്ടിലൊരു തെറ്റുവരുത്തി. അതു കേട്ടതും ഗുരു പെട്ടെന്ന് തന്നെ പറയാണ്, അതല്ല ശരിയായ സ്വരം താൻസൻ, നിനക്കിതെന്താണ് പറ്റിയത്? ഗുരു ആകെ വിസ്മയിച്ചു നിന്നു. താൻസൻ ഡിഡ് നോട്ട് സീം ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് ടീച്ചർ, and he made the same mistake again. Exasperated, Sant Haridas took the tambura from Tansen's hands and sang the right note. Then he went on to the next and the next. ഗുരു പറഞ്ഞത് മനസ്സിലാകാത്തതുപോലെ താൻസൻ വീണ്ടും അതേ തെറ്റ് തന്നെ വരുത്തി. ക്ഷുഭിതനായ ഹരിദാസ് താൻസന്റെ കയ്യിൽ നിന്ന് തമ്പുരു എടുത്ത് ശരിയായ രാഗത്തിൽ ശരിയായ സ്വരത്തിൽ പാടി. ഒന്ന് പാടി അതിനടുത്തതിലേക്ക് പോയി അതിനടുത്തതിലേക്കും വീണ്ടും അങ്ങനെ പാടിക്കൊണ്ടേയിരുന്നു. The melody of his voice spread across the forest like the first glimmer of dawn or the fragrance of jasmine. Both Akbar and Tansen listened to him as if they were hypnotized. And the emperor realized that Tansen had spoken the truth. He had not known that music could be like this. He had certainly never heard anything like it before. അദ്ദേഹത്തിന്റെ ശബ്ദമാധുര്യം വനത്തിലാകെ പരന്നു. അത് പ്രഭാതത്തിലെ ആദ്യ കിരണങ്ങൾ പതിക്കുമ്പോഴുള്ള തിളക്കം പോലെയും മുല്ലപ്പൂവിന്റെ ഗന്ധം പരക്കുന്നത് പോലെയുമായിരുന്നു. അക്ബറും താൻസനും ആ സംഗീത മാധുര്യത്തിൽ ലയിച്ചിരുന്നു. എന്തുപോലെ എന്നാണ് പറയുന്നത്? ഹിപ്നോട്ടൈസ് ചെയ്യപ്പെട്ടതുപോലെ അവർ അനങ്ങാതെ അതിൽ ലയിച്ചിരുന്നു. താൻസൻ പറഞ്ഞത് സത്യമാണെന്ന് ചക്രവർത്തി ഓർത്തു. ഇതുപോലെ ഒരു സംഗീതം ഇതിനു മുമ്പ് അദ്ദേഹം കേട്ടിരുന്നില്ല. As they walked back, the emperor suddenly broke the silence to ask Tansen, "Why can't you sing like him, Ustadji?" പാട്ടെല്ലാം കേട്ട് അവർ നിശബ്ദരായി തിരികെ നടന്നു. പെട്ടെന്ന് അക്ബർ താൻസനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഉസ്താദ്ജി
താങ്കൾക്ക് അദ്ദേഹത്തെ പോലെ പാടാൻ കഴിയാത്തത്? താൻസൻ സ്മൈൽഡ്. ഷഹൻഷാ, ഐ സിംഗ് അറ്റ് യുവർ കമാൻഡ്, the command of the Emperor of Hindustan. But Guruji sings for one who is the King of Kings. His music springs from the depth of his soul, free and unasked for. How can my music hope to reach those heights? താൻസൻ പുഞ്ചിരിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞത്? ഷഹൻഷാ, ഞാൻ നിങ്ങൾ കൽപ്പിക്കുമ്പോഴാണ് പാടുന്നത്. ഹിന്ദുസ്ഥാന്റെ ചക്രവർത്തിയായ താങ്കളുടെ ആജ്ഞയിലാണ് ഞാൻ പാടുന്നത്. പക്ഷേ ഗുരുജി പാടുന്നത് രാജാതിരാജനു വേണ്ടിയാണ്. അദ്ദേഹത്തിന്റെ സംഗീതം സ്വതന്ത്രവും ആവശ്യപ്പെടാത്തതും ആത്മാവിൽ നിന്ന് ഉത്ഭവിക്കുന്നതുമാണ്. എങ്ങനെയാണ് എൻ്റെ സംഗീതത്തിന് അത്രയും ഉയരങ്ങളിൽ എത്താൻ കഴിയുക എന്നാണ് താൻസൻ അക്ബറിനോട് ചോദിച്ചത്. ഈ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം എന്താണ്? ബി സിമ്പിൾ ആൻഡ് ഹംബിൾ ആൻഡ് നെവർ ബി ഈഗോയിസ്റ്റിക്. ലളിതവും വിനീതരുമായിരിക്കുക എല്ലായ്പ്പോഴും. ഒരിക്കലും അഹംഭാവിയാവരുത്, അഹങ്കാരികളാവരുത്. ഈ കഥയിലെ താൻസൻ വളരെ വലിയ സംഗീതജ്ഞനാണ്. എന്നിട്ടും അദ്ദേഹം എന്താണ് പറഞ്ഞത്? എന്നേക്കാൾ വലിയ സംഗീതജ്ഞനുണ്ട്. അദ്ദേഹത്തിന്റെ ഗുരുവിനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അവിടെ താൻസന്റെ എളിമയാണ് ദൃശ്യമാവുന്നത്. അതുപോലെ അക്ബർ ചക്രവർത്തി, അദ്ദേഹം ഹിന്ദുസ്ഥാന്റെ ചക്രവർത്തിയാണ്. പക്ഷെ അദ്ദേഹം എന്താണ് ചെയ്തത്? പാട്ട് കേൾക്കുന്നതിനായി താൻസന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ കുടിലിലേക്ക് പോവുകയാണുണ്ടായത്. ഇനി തന്നിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. പിക്ക് ഔട്ട് ദ എക്സ്പ്രഷൻ ദാറ്റ് ഷോസ് ദാറ്റ് ദ മ്യൂസീഷ്യൻ വാസ് എക്സോസ്റ്റഡ് ബട്ട് നോട്ട് ദ എഫക്റ്റ് ഓഫ് ദ മ്യൂസിക്. മ്യൂസീഷ്യൻ ക്ഷീണിതനായിരുന്നു, പക്ഷേ ആ ക്ഷീണം അദ്ദേഹത്തിന്റെ മ്യൂസിക്കിലുണ്ടായിരുന്നോ? ഇല്ല. അതുപോലെയുള്ള ഒരു എക്സ്പ്രഷൻ പാഠഭാഗത്തുണ്ട്. അത് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ദ എക്സ്ക്വിസിറ്റ് സ്ട്രെയിൻസ് ഓഫ് രാഗ് ദർബാരി സ്റ്റിൽ വൈബ്രേറ്റഡ് ഇൻ ദ ഹാൾ. അതിമനോഹരമായ ദർബാരി രാഗത്തിന്റെ ധ്വനി അപ്പോഴും ആ ഹാളിൽ പ്രകമ്പനം ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഐ ലിസൺ ടു യു എവറി ഡേ ബട്ട് ഐ കാൺട്ട് സീം യു ഹാവ് ഇനഫ്. വാട്ട് ഡസ് ദ എംപറർ മീൻ ബൈ ദിസ്? എന്താണ് ചോദ്യം? ഞാൻ താങ്കളുടെ പാട്ട് എന്നും കേൾക്കാറുണ്ട്, പക്ഷേ ഇതുവരെ എനിക്കത് മതിയെന്ന് തോന്നിയിട്ടില്ല. എന്താണ് അക്ബർ അങ്ങനെ പറയാൻ കാരണം? ദ എംപറർ മീൻസ് ദാറ്റ് the greatness of Tansen's music will make people listen to it again and again. താൻസന്റെ സംഗീതത്തിന്റെ മാഹാത്മ്യത്തെക്കുറിച്ചാണ് അക്ബർ ചക്രവർത്തി പറഞ്ഞത്. അത് കേൾക്കുന്തോറും വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. What quality of Tansen is revealed when he says, there is someone who sings far better than I do? തന്നേക്കാൾ മനോഹരമായി പാടാൻ കഴിയുന്ന മറ്റാളുകളുണ്ട് എന്ന് താൻസൻ പറയുന്നതിൽ നിന്ന് താൻസന്റെ എന്തു ഗുണത്തെയാണ് കാണിക്കുന്നത്? ഇറ്റ് റിവീൽസ് ഹിസ് സിമ്പിൾ ആൻഡ് ഹംബിൾ നേച്ചർ. അദ്ദേഹത്തിന്റെ എളിമയെയാണ് കാണിക്കുന്നത്. ഐ ആം അഫ്രൈഡ് ഹി വിൽ നോട്ട് കം സർ. വാട്ട് ഇംപ്രഷൻ ഡു യു ഗെറ്റ് അബൌട്ട് ദ മാൻ ഫ്രം ദിസ് കമന്റ്? അദ്ദേഹം വരില്ല എന്ന് താൻസൻ പറഞ്ഞതിൽ നിന്ന് ആ ആളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അദ്ദേഹം ചക്രവർത്തിയേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ആളാണെന്നാണോ? അതോ അദ്ദേഹം ചക്രവർത്തിയെ പേടിക്കുന്ന ആളായതുകൊണ്ടാണോ വരാത്തത്? എന്തുകൊണ്ടാവാം? ഹി ഈസ് ലീഡിംഗ് ദ ലൈഫ് ഓഫ് എ സെയിന്റ്. ഒരു സന്യാസ ജീവിതമാണ് അദ്ദേഹം നയിക്കുന്നത്. സോ he doesn't like to come to the palace and sing a song. സന്യാസ ജീവിതം നയിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് കൊട്ടാരത്തിലേക്ക് വരാനോ പാട്ടുപാടാനോ താല്പര്യമുണ്ടാവില്ല. ഈ ചോദ്യത്തിന് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഉത്തരങ്ങൾ എഴുതാവുന്നതാണ്. If you were the emperor, how would you react to the comment? താൻസൻ പറഞ്ഞു അദ്ദേഹം കൊട്ടാരത്തിലേക്ക് വരില്ല എന്ന്. നിങ്ങളാണ് എംപറർ, ചക്രവർത്തിയെങ്കിൽ അതിനോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക? എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? നിങ്ങൾ താൻസന്റെ ഗുരുവിനെ അറസ്റ്റ് ചെയ്യുമോ?
അതോ അക്ബർ ചക്രവർത്തി ചെയ്തതുപോലെയാണോ ചെയ്യുക? കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഉത്തരം എഴുതാവുന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. Why did താൻസൻ ask അക്ബർ to come as an ordinary man? ഒരു സാധാരണ മനുഷ്യനായി കൂടെ വന്നാൽ മതിയെന്ന് എന്തുകൊണ്ടാണ് താൻസൻ അക്ബറിനോട് പറഞ്ഞത്? താൻസൻസ് ഗുരു ലീഡ്സ് ആൻ austere life of a saint. The emperor's presence might disturb the peaceful life of the man. താൻസന്റെ ഗുരു ഒരു സന്യാസിയുടെ കഠിന ജീവിതം നയിക്കുന്ന ആളാണ്. എംപററിന്റെ പ്രസൻസ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സമാധാനപരമായ ജീവിതത്തിന് തടസ്സമുണ്ടാക്കിയെങ്കിലോ ശല്യമായാലോ എന്ന് കരുതിയിട്ടാണ് താൻസൻ അങ്ങനെ പറഞ്ഞത്. Why was the Guru amazed when താൻസൻ committed a mistake? താൻസൻ ഒരു തെറ്റ് പറ്റിയപ്പോൾ ഗുരു വിസ്മയിച്ചു പോവാൻ കാരണമെന്താണ്? താൻസൻ was a great musician. A mistake committed by താൻസൻ was quite impossible. So he was amazed. താൻസൻ ഒരു വലിയ സംഗീതജ്ഞനാണ്. അദ്ദേഹത്തിനൊരു തെറ്റ് പറ്റുക എന്നത് അസാധ്യമാണ്. അതുകൊണ്ടാണ് ഗുരു വിസ്മയിച്ചു പോയത്. Why did താൻസൻ make a mistake? എന്തുകൊണ്ടാണ് താൻസൻ തെറ്റുവരുത്തിയത്? താൻസൻ knew his guru very well. If താൻസൻ made a mistake, his guru would correct him. So he made a mistake. താൻസൻ അദ്ദേഹത്തിന്റെ ഗുരുവിനെ നന്നായി അറിയാം. താൻസൻ ഒരു തെറ്റ് വരുത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഗുരു അത് തിരുത്തി കൊടുക്കും. അതുകൊണ്ടാണ് താൻസൻ മിസ്റ്റേക്ക് വരുത്തിയത്. What effect did the song of Sant Haridas have on nature, on Akbar and താൻസൻ? ഗുരു ഹരിദാസിന്റെ പാട്ട് പ്രകൃതിയിൽ എങ്ങനെയാണ് അനുഭവപ്പെട്ടത്? The melody of his guru's voice spread across the forest like the first glimmer of dawn or the fragrance of jasmine. On Akbar and താൻസൻ, both Akbar and താൻസൻ listened to Guru Haridas as if they were hypnotized. Why couldn't താൻസൻ reach the heights of his guru's music? എന്തുകൊണ്ടാണ് താൻസന് ഗുരുവിന്റെ സംഗീതത്തിന്റെ അത്രയും ഉയരത്തിൽ എത്താൻ സാധിക്കാത്തത്? താൻസൻ sang for the emperor according to his command, but Guru sang for the King of Kings. His music sprang from the depths of his soul, free and unasked for. എന്തുകൊണ്ടാണ്? താൻസൻ പാടുന്നത് അക്ബർ ചക്രവർത്തിയുടെ ആജ്ഞയ്ക്കനുസരിച്ചാണ്. ഗുരു പാടുന്നതോ അദ്ദേഹം സ്വയം പാടുന്നതാണ്. അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ അടിത്തട്ടിൽ നിന്ന് ഒഴുകുന്ന സംഗീതമാണ്. ആർക്കു വേണ്ടിയാണ്? കിങ് ഓഫ് കിങ്സ്, രാജാതിരാജനായി പാടുന്ന സംഗീതമാണ്. ഐഡന്റിഫൈ എക്സ്പ്രഷൻസ് ഫ്രം ദ സ്റ്റോറി ദാറ്റ് ഷോ താൻസൻസ് റെസ്പെക്ട് ടു ഹിസ് ഗുരു. താൻസന് തന്റെ ഗുരുവിനോടുള്ള ബഹുമാനത്തെ കാണിക്കുന്ന എക്സ്പ്രഷൻസ് സ്റ്റോറിയിൽ നിന്ന് തിരഞ്ഞെടുത്തെഴുതുക. ഏതായിരിക്കാം? There is someone who sings far better I do. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.